എന്തുകൊണ്ട് ഓപ്ഷൻ എ ആയി? എന്തുകൊണ്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റി? ആദ്യം രണ്ടും ശരിയല്ല. നമ്മൾ പഠിച്ചതാണ് പടിഞ്ഞാറൻ തീരസമതലം വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൻ്റെ ആവറേജ് വിഡ്ത്ത് 65 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അത് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ ബാക്ക്ഡ് ബൈ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുമ്പോൾ അത് ശരിയാണല്ലോ. എസെൻഷ്യലി അതാണ് ഇതിന് ലീഡ് ചെയ്യുന്നത്. ഷോർട്ടായിട്ടുള്ള നദികളുടെ ഒഴുക്കിലേക്ക് ലീഡ് ചെയ്യുന്നതെന്നുള്ളതുകൊണ്ട് നമുക്കതിനെ കറക്റ്റായിട്ട് തന്നെ പരിഗണിക്കുവാൻ സാധിക്കും. അങ്ങനെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണേ? സെറ്റ്. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും സഹകാരി PSCയുടെ ഒരു ജിയോഗ്രഫി ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോസ്റ്റൽ പ്ലെയിൻസ് എന്ന് പറയുന്ന ഏരിയയുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് സ്വാഗതം. നമ്മൾ പാർട്ട് 1 ഓഫ് ദി കോസ്റ്റൽ പ്ലെയിൻസ് ഓഫ് ഇന്ത്യ, ആ ഒരു ഫിസിയോഗ്രഫി ഡിവിഷൻ്റെ ഒന്നാമത്തെ പാർട്ട് ഡിസ്കസ് ചെയ്തു കഴിഞ്ഞ ദിവസം. പർട്ടിക്കുലർലി നമ്മൾ ആ വെസ്റ്റേൺ കോസ്റ്റൊക്കെയാണ് കാര്യമായിട്ട് നോക്കിപ്പോയിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് ഡേ. ആ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനുമായി ബന്ധപ്പെട്ട് വരുന്ന, അല്ലെങ്കിൽ ജനറലി ദ കോസ്റ്റൽ പ്ലെയിൻസ് ഓഫ് ഇന്ത്യ എന്ന ഒരു പോർഷൻസുമായിട്ട് ബന്ധപ്പെട്ട് വി ആർ നോട്ട് കവറിങ് ഈസ്റ്റേൺ പാർട്ട് ഹിയർ. കാര്യമായിട്ട് ഈസ്റ്റേണിലേക്ക് പോവില്ല, കാരണം ആദ്യ പാർട്ടുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ ആണല്ലോ. അപ്പോൾ ആ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ ഇന്ന് ചുരുങ്ങിയ ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു MCQ ഡിസ്കഷൻ കൂടിയാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ ദിവസം പഠിച്ച കണ്ടൻറ്റിനെ വ്യക്തമായി ഓർത്ത് വെച്ചോ. ആ ഒരു കണ്ടൻറ്റിൻ്റെ ഓർമ്മയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകുക കേട്ടോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഞാനിവിടെ ചോദ്യം വായിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളും ചോദ്യം വായിക്കുക. ആ ചോദ്യത്തിൻ്റെ മറുപടിയും നിങ്ങൾ എന്താണ് എന്നുള്ളത് അപ്പോൾ തന്നെ തിരിച്ചറിയാനും ശ്രമിക്കുക. പറ്റുമെങ്കിൽ ആ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ തന്നെ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. സോ ആ രീതിയിൽ തന്നെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പോയാൽ വളരെ എളുപ്പമാണ്. പെട്ടെന്ന് നമുക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാൻ പറ്റും. ഒരുപാട് സമയം എടുക്കത്തില്ല നമ്മളിത് സോൾവ് ചെയ്യാനായിട്ട് കേട്ടോ. ശരി, അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാമല്ലോ. ലെറ്റ്സ് ഗോ ടു ദി മോഡൽ ക്വസ്റ്റ്യൻസ്. 1, വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയേഴ്സ് ഇസ് കറക്റ്റ്ലി മാച്ച്ഡ്? ഇവിടെ കൃത്യമായിട്ട് മാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്ന പെയേഴ്സ് ഏതെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുവാനാണ് ചോദ്യം വന്നിരിക്കുന്നത്. അതായത് ഇവിടെ ഒരു റീജിയൻ്റെ ഫീച്ചറും അസോസിയേറ്റഡ് ആയിട്ടുള്ള എസ്പെക്റ്റുകളും തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നിരിക്കുന്നത് കോസ്റ്റൽ പ്ലെയിൻ ആണ്. കോസ്റ്റൽ പ്ലെയിനിൻ്റെ മോഡറേറ്റ് ക്ലൈമറ്റ് എന്നൊരു ആസ്പെക്റ്റ് തന്നിട്ടുണ്ട്. 2, പ്ലാറ്റ്യൂ റീജിയൻ ആണ്. അതിന് ഹൈ റെയിൻഫോൾ എന്ന് പറയുന്നൊരു ആസ്പെക്റ്റ് തന്നിട്ടുണ്ട്. ഡെസേർട്ട് റീജിയൻ ഡെൻസ് സെറ്റിൽമെൻറ്റ്സ് ആണെന്നുള്ളൊരു അസോസിയേറ്റഡ് ആസ്പെക്റ്റ് തന്നിട്ടുണ്ട്. അതുപോലെ ഹിമാലയാസ് മറൈൻ ഫിഷറീസ് എന്നതും തന്നിട്ടുണ്ട്. ഇതിൽ ശരിക്കും തീർത്തും ശരിയല്ല എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് 3 എണ്ണം തന്നിരിക്കുന്നതെന്ന് പറയാം. 3 അല്ലെങ്കിൽ 2 എണ്ണം തന്നിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ശരിയല്ലേ? അതായത് ലെറ്റ്സ് സേ ഇവിടെ ഈ കോസ്റ്റൽ പ്ലെയിൻസിൽ മോഡറേറ്റ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. കാരണം തീരദേശ പ്രദേശത്ത് താരതമ്യേന ഈ കരയിലുണ്ടാകാൻ സാധ്യതയുള്ള ക്ലൈമറ്റിൻ്റെ എക്സ്ട്രിമിറ്റീസ്, ഏറ്റക്കുറച്ചിലുകളെ അല്ലെങ്കിൽ അതിൻ്റെ തീവ്രതയെ കടലിൽ നിന്നുള്ളൊരു മിതപ്പെടുത്തലിലൂടെ മോഡറേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ മിതപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. കടൽക്കാറ്റും കരക്കാറ്റും പോലുള്ള പ്രതിഭാസങ്ങൾ തീരദേശ പ്രദേശത്തെ പ്രത്യേകിച്ച് അനുഗ്രഹിക്കുന്നുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോസ്റ്റൽ പ്ലെയിൻസ്, തീരദേശ സമതലങ്ങൾ ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് എന്നുള്ളൊരു ആസ്പെക്റ്റുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത് തീർത്തും ശരിയാണ്. എന്തായാലും ശരിയാണ്. ആ 1 എല്ലാ ഓപ്ഷനുകളിലും തന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്കതിന് എന്തായാലും ഓൾറെഡി അത് ശരിയാണ് എന്നുള്ളത് ഓപ്ഷനുകളിൽ നിന്നും നമുക്ക് വ്യക്തമാണ്. ശരിയല്ലേ? പിന്നെയുള്ളത് പ്ലാറ്റ്യൂ റീജിയനുകളിൽ ഹൈ റെയിൻഫോൾ എന്ന് പറയുന്നുണ്ട്. ഡെസേർട്ട് റീജിയനിൽ ഡെൻസ് സെറ്റിൽമെൻ്റ് എന്നും ഹിമാലയത്തിൽ മറൈൻ ഫിഷറീസ് എന്നും പറയുന്നുണ്ട്. ഇത് 3ഉം കാര്യമായ രീതിയിൽ തെറ്റാണ്. പ്രത്യേകിച്ച് 2ഉം 3ഉം 4ഉം. ഡെസേർട്ടിൽ വളരെ സ്പേർസ് ആയിട്ടുള്ള, വളരെയധികം റെയറായിട്ട് മാത്രമാണ് സെറ്റിൽമെൻറ്റ് ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ. വളരെ റെയർ അല്ലെങ്കിൽ നോ സെറ്റിൽമെൻറ്റ് എന്നാണ്. ഹിമാലയാസ് ആണെങ്കിലോ ഫിഷറീസിന് എങ്ങനെയാണ് ഫിഷറീസ് ഹിമാലയത്തിൽ പോസിബിൾ ആവുക? പോസിബിൾ അല്ല അല്ലേ. അതുകൊണ്ട് അത് മറൈൻ ഫിഷറീസ് എന്ന് പറയുന്നത് കടലുമായി ബന്ധപ്പെട്ട സമുദ്രജല മത്സ്യബന്ധനത്തെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ സാധ്യമാണോ? ഒരിക്കലുമല്ല. സമുദ്രത്തിൽ നിന്നും ഒരുപാട് അകലെയാണ് ഹിമാലയാസ് എന്നതുകൊണ്ട് അത് സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് 3 എന്തായാലും പോവും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമുക്ക് ഓപ്ഷൻ എ തന്നെയാണ് ഏറ്റവും അനുയോജ്യമായി. ഇതിൽ കറക്റ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്ന പേര് കോസ്റ്റൽ പ്ലെയിനിന് കൂടുതൽ മോഡറേറ്റ് ആയ ഒരു ക്ലൈമറ്റ് ഉണ്ട് എന്നത് തന്നെയാണ്. പിന്നെ പ്ലാറ്റ്യൂ റീജിയനിലെ ഹൈ റെയിൻഫോള്, പ്ലാറ്റ്യൂ റീജിയനിൽ താരതമ്യേന കുഴപ്പമില്ലാത്ത മഴ കിട്ടിക്കുന്ന സാഹചര്യം ഉണ്ടാവും. പക്ഷേ കൂടുതലും കോസ്റ്റൽ ഏരിയയിലാണ് ഹൈ റെയിൻഫോൾ വരുന്നത്. കോസ്റ്റൽ ഏരിയയിലാണ്
ഹൈ റെയിൻഫോൾ കാണാൻ സാധിക്കുന്നതെന്നും വേറൊരു കാര്യം കേട്ടോ. പ്ലാറ്റൂവിൽ തീരെ മഴയില്ല എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ബട്ട് കുറവാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ലെറ്റ്സ് ലുക്ക് അറ്റ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കാം. കൺസിഡർ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. 1. ദി ആവറേജ് വിഡ്ത്ത് ഓഫ് ദി വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. The average width of the western coastal plain is about 65 kilometers. പടിഞ്ഞാറൻ തീരദേശ സമതലത്തിൻ്റെ ആവറേജ് വിഡ്ത്ത് വീതി 65 കിലോമീറ്റർ ആണെന്ന് പറയുന്നു. 2. ഇറ്റ് പ്രൊവൈഡ്സ് നാച്ചുറൽ കണ്ടീഷൻസ് ഫോർ പോർട്ട് ഡെവലപ്മെൻറ്റ്. തുറമുഖങ്ങളുടെ നിർമ്മാണത്തിനുള്ള നൈസർഗികമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഏത്? പടിഞ്ഞാറൻ തീരദേശം. അതുപോലെ the plains are formed mainly by deposition of large river deposits അല്ലെങ്കിൽ river sediments. ഈ ചോദ്യത്തിലൊരു ചെറിയൊരു പ്രശ്നം വരാൻ സാധ്യതയുള്ളത് എന്താണെന്ന് വെച്ചാലേ, തീരദേശ സമതലങ്ങൾ തീർച്ചയായിട്ടും നദികൾ കൊണ്ടുവരുന്ന ഡെപ്പോസിഷൻസ് കാരണം ഉണ്ടാകുന്നതാണ്, അതിനകത്തൊന്നും സംശയമില്ല. അപ്പോൾ ദ പ്ലെയിൻസ് ആർ ഫോംഡ് മെയിൻലി ബൈ ഡെപ്പോസിഷൻ ഓഫ് ലാർജ് റിവർ സെഡിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കാണുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. നിങ്ങളും ചിന്തിച്ചിരിക്കുന്നത് അത് ശരിയാണെന്നായിരിക്കാം. പക്ഷേ ഈ ഒരു ചോദ്യത്തിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ് തന്നിരിക്കുന്നത്. എന്തുകൊണ്ട് ഓപ്ഷൻ എ ആയി? എന്തുകൊണ്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റി? ആദ്യം രണ്ടും ശരിയല്ലേ? നമ്മൾ പഠിച്ചതാണ്. പടിഞ്ഞാറൻ തീരസമതലം വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൻ്റെ ആവറേജ് വിഡ്ത്ത് 65 കിലോമീറ്റർ ഉണ്ട്. തീർച്ചയായിട്ടും പടിഞ്ഞാറൻ തീരസമതലം ഹാർബറുകളുടെയും പോർട്ടുകളുടെയും നിർമ്മാണത്തിന് അനുയോജ്യമാണ്. കാരണം അതൊരു സബ്മേർജൻ്റ് തുറമുഖമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ആഴം കൂടുതലുള്ളൊരു തീരദേശമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ആഴം കൂടുതലുള്ള തീരദേശം തുറമുഖ നിർമ്മാണത്തിന് അനുയോജ്യമാണ്, കപ്പലുകൾ അടുപ്പിക്കാൻ ഗുണകരമാണ്. അത് നമ്മൾ പഠിച്ചതാണ്. ശരിയല്ലേ? അതെ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഇവിടെ ചോദ്യം പ്ലെയിൻസിനെ പറ്റിയല്ല. ഇവിടെ ദ പ്ലെയിൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്നുള്ളതാണ് ഇവിടെ ഈ പ്ലെയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കിട്ടുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റ് ഈ ക്വസ്റ്റ്യനിനകത്തുണ്ട്. സോ ദ പ്ലെയിൻസ് ആർ ഫോംഡ് എന്ന് പറയുമ്പോൾ ദ പ്ലെയിൻസ്, ആ പ്ലെയിൻസ് ഏത് പ്ലെയിൻസ്? വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. അപ്പോൾ ഈ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ റെഫർ ചെയ്തുകൊണ്ടാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നത്. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് റെഫറിങ് ടു ദി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇത് നമ്മൾ ചോദ്യം വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഘടകമാണ്. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ഇതിന് ഉത്തരം നമ്മൾ തെറ്റിക്കും. അല്ലെങ്കിൽ ഇതിന് ഉത്തരം നമ്മൾ ഓപ്ഷൻ ഡി എന്ന് കൊടുക്കും, 3 ശരിയെന്ന് കൊടുക്കും. കാരണം 3 തീർച്ചയായിട്ടും ശരി തന്നെയാണ്, അതിനകത്ത് തെറ്റൊന്നുമില്ല. മൂന്നാമത്തത് ശരിയാണ്, അതിൽ തെറ്റ് തീരെയില്ല. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഇവിടെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൽ എന്തുകൊണ്ട് ഇത് തെറ്റായി? The western coastal plains are formed mainly by the deposition of large river sediments എന്ന് പറഞ്ഞതാണ് ഇവിടുത്തെ മിസ്റ്റേക്ക്. കാരണം വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൽ താരതമ്യം നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ദിവസം, കാര്യമായ ഭീമന്മാരാരും ഒഴുകിയെത്തുന്നില്ല എന്നും അങ്ങനെ ഭീമന്മാരാരും ഒഴുകിയെത്താത്തത് കൊണ്ട് തന്നെ അവിടെ ആഴം കൂടുതലുള്ള തുറമുഖം രൂപീകരിക്കുന്നു അല്ലെങ്കിൽ രൂപീകരിക്കപ്പെടുന്നു എന്നല്ലേ നമ്മൾ പഠിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഏത് തെറ്റായി? 3 തെറ്റായി. അപ്പോൾ ലാർജ് റിവർ സെഡിമെൻറ്റ്സ് ഇല്ല. റിവർ സെഡിമെൻറ്റ്സ് ഉണ്ട്, പക്ഷേ ലാർജ് റിവർ സെഡിമെൻറ്റ്സ് എന്ന ഈ പരാമർശം തെറ്റിപ്പോയി. അതുകൊണ്ട് ഓപ്ഷൻ എ ശരിയായി. നല്ലൊരു ചോദ്യം കേട്ടോ, ഇത് നല്ലൊരു ചോദ്യമാണ്. നമ്മളെ PS ഇതുപോലത്തെ ചോദ്യങ്ങളാണ് നമുക്ക് ചോദിക്കുക, തെറ്റിക്കാൻ വേണ്ടി ചോദിക്കും. പ്രഥമ ദൃഷ്ടിയാൽ നമ്മളിത് വായിക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നുകയും ചെയ്യും. അപ്പം നമുക്ക് മാർക്ക് കുറയും, നെഗറ്റീവ് അടിക്കും. ശരിയല്ലേ? അതെ, അത് മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. സോ വിൽ ബി മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കാം. വിത്ത് റെഫറൻസ് ടു ദി വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യ, കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. 1. The west flowing rivers form large deltas because of their long course. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ അതിൻ്റെ ദൈർഘ്യമേറിയ കോഴ്സ് കാരണം, യാത്രാ ദൂരം കാരണം വളരെ വലിയ ഡെൽറ്റാസ് ഫോം ചെയ്യുന്നു എന്ന് പറയുന്നു. ഏത്? വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനെ പറ്റിയിട്ടാണ് ചോദ്യം. ഒന്ന് ആലോചിച്ച് നോക്കണം. ആണോടെ? നമ്മളിപ്പം സൂചിപ്പിച്ച കാര്യമല്ലേ, തെറ്റല്ലേ? അതായത് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൽ വലിയ നദികൾ ആരും തന്നെയും എന്ത് ചെയ്യുന്നില്ല, വലിയ നദികൾ ആരും തന്നെ എന്ത് ചെയ്യുന്നില്ല, ഒഴുകിയെത്തുന്നില്ല. തീരെയില്ല. നല്ല നർമ്മദ തപ്തി ഉണ്ട്, പക്ഷെ അവനല്ലാതെ വേറെ ആരുമില്ല മേജറായിട്ട്.
അതുകൊണ്ട് ആ നർമ്മദ താപ്തിയാണെങ്കിലോ അങ്ങ് ഗുജറാത്ത് സമതലത്തിൻ്റെ അവിടെ ചെന്നിറങ്ങുന്നത്. അവിടെ മാത്രമുണ്ട് ഇച്ചിരി ഡെപ്പോസിഷൻ. താഴോട്ട് വരുന്നത് അനുസരിച്ച് തീരെ കുറവാണ്. ചെറിയ ചെറിയ നദികളുടെ ഡെപ്പോസിറ്റ്സ് മാത്രമേ ഉള്ളൂ. മാത്രമല്ല ലോങ് കോഴ്സസ് ഉള്ള നദികളൊന്നും അല്ല വെസ്റ്റിലോട്ട് ഒഴുകിയെത്തുന്നത്. എല്ലാം ഷോർട്ട് റിവേഴ്സാണ്. ഷോർട്ട് ആൻഡ് സ്വിഫ്റ്റ് ഫ്ലോയിങ് എന്ന് പറയാം. ഷോർട്ട് ആൻഡ് സ്വിഫ്റ്റ് ഫ്ലോയിങ് റിവേഴ്സാണ് ഉള്ളത് വെസ്റ്റേൺ കോസ്റ്റിലേക്ക്, അല്ലെങ്കിൽ അറബിക്കടലിലേക്ക് ചെന്നെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കാര്യമായ ഡെൽറ്റ ഫോർമേഷൻ ഉണ്ടാകില്ല. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെങ്കിൽ 2ഉം 3ഉം വായിച്ചു പോലും നോക്കണ്ട. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. പിടികിട്ടിയോ? ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് കാര്യം. ക്ലിയർ അല്ലേ മക്കളെ? ചോദ്യമൊക്കെയാണോ? എന്നിരുന്നാലും 2ഉം 3ഉം കൂടി നമുക്ക് വായിക്കാം. ദ പെനിൻസുലാർ റോക്സ് ആർ ഹാർഡ് ആൻഡ് റെസിസ്റ്റ് ഇറോഷൻ. ശരിയാണ്. ദ സ്റ്റീപ്പ് സ്ലോപ്സ് കോസ് സ്വിഫ്റ്റ് മൂവ്മെൻറ്റ് ഓഫ് റിവേഴ്സ്. ഓൾറെഡി ഞാനത് ഇവിടെ സൂചിപ്പിച്ചു അല്ലേ, സ്വിഫ്റ്റ് മൂവ്മെൻറ്റ് ഓഫ് റിവേഴ്സ് ലീഡിങ് ടു ഫ്യൂവർ ഡെൽറ്റ ഫോർമേഷൻസ്. ആബ്സല്യൂട്ട്ലി കറക്റ്റ്. ഇതാണ് വെസ്റ്റിൻ്റേതായ ഡെഫിനിഷൻ. ഓക്കെ, ഇത് ഈസ്റ്റിന് കൊടുക്കാം. ഈസ്റ്റിന് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം, അക്യുറേറ്റ് ആയിരിക്കും. പക്ഷേ വെസ്റ്റിനത് തീർത്തും അനുയോജ്യമല്ല. ക്ലിയർ ആണേ മക്കളെ? മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അസേർഷൻ റീസൺ ആണ് ആദ്യത്തെ അസേർഷൻ. ദ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് ഹാവ് എ ഹയർ നമ്പർ ഓഫ് പോർട്സ് ദാൻ ദ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. ആൻഡ് ദ റീസൺ, മോസ്റ്റ് ഓഫ് ദി വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഫോം എസ്റ്റുറീസ് which are ideal for port development. ശരിയാണോ? റൈറ്റ്. പുഴകളും അഴിമുഖങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് പോർട്ട് ഡെവലപ്മെൻറ്റിന് നല്ലതാണ് എന്ന രീതിയിലാണ് പറയാവുന്നതാണ്. അടുത്ത ചോദ്യം വീണ്ടും അസേർഷൻ ആൻഡ് റീസൺ ആണ്. The city of Dwaraka is believed to have been submerged under the sea. Reason, the western coastal plain are examples of an emergent coast formed by land uplift. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് എമർജൻ്റ് കോസ്റ്റ് ലൈൻ ആണെന്ന് പറയുന്നതാണോ നമ്മൾ പഠിച്ചത്? അല്ല, എമർജൻ്റ് അല്ല, പകരം സബ്മർജൻ്റ്. എമർജൻ്റ് എന്നാണോ പഠിച്ചത്? അല്ല, പകരം സബ്മർജൻ്റ് എന്നാണ് പഠിച്ചത്. അപ്പോൾ ആ രണ്ടാമത്തെ ആൾ തെറ്റിയല്ലോ കംപ്ലീറ്റ് ആയിട്ട്. അതായത് റീസൺ എന്ന സ്റ്റേറ്റ്മെൻറ്റ് പാടേ തെറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ തെറ്റാണ്. പിന്നെ അതിൻ്റെ കാരണക്കാരനെ പറ്റിയിട്ടൊന്നും ആലോചിക്കേണ്ട. ആദ്യത്തെ ശരിയാണല്ലോ, ദ്വാരക എന്ന സിറ്റി വെള്ളത്തിനടിയിലായി എന്ന് നമ്മൾ കരുതിയിട്ടുണ്ട്. അപ്പോൾ എ ശരിയാണ്, 6 തെറ്റാണ് കേട്ടോ. അതുകൊണ്ട് ഓപ്ഷൻ സി നമ്മുടെ ശരിയുത്തരമായിട്ട് വരുന്നു. ക്ലിയർ ആണേ? മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The western coastal plains are generally narrower because they are formed due to recent volcanic activity. The coastline is submerged and backed by steep western ghats. They receive heavy rainfall causing erosion of coastal land. 4. They are covered by thick alluvial deposits. അപ്പോൾ ഇതിനകത്ത് ശരിക്കും 2 കാരണം പറയാം കേട്ടോ. എനിക്ക് ഇതിനകത്ത് സിയും ആക്ച്വലി കറക്റ്റായിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ കൂടുതൽ ശരി ഉത്തരം ഏതാണ് ഇതിനകത്ത്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. അതായത് ഇതൊരു സബ്മേർജൻ്റ് കോസ്റ്റ് ലൈൻ ആണ് എന്നതുകൊണ്ടും പിന്നെ ബാക്ക്ഡ് ബൈ ദി സ്റ്റീപ്പ് വെസ്റ്റേൺ ഘട്ട്സ്, വളരെ ഉയരം കൂടിയ വെസ്റ്റേൺ ഘട്ട്സ് ആണ് അതിൻ്റെ ബാക്കിങ്ങിൽ ഉള്ളത് എന്നതും അതിൻ്റെ ഈസ്റ്റ് ഭാഗത്തായിട്ടുള്ളത് എന്നുള്ളതും കൊണ്ട് തന്നെ ഈ കോസ്റ്റ് ലൈൻ തീരെ നാരോവർ ആകാൻ കാരണക്കാരനാകുന്നു എന്നുള്ളതാണ്. കാരണം ഈ സ്റ്റീപ്പായിട്ടുള്ള വെസ്റ്റേൺ ഘട്ട്സ് എന്ന് പറയുന്നത് ക്രിയേറ്റ്സ് സ്വിഫ്റ്റ് ആൻഡ് ഷോർട്ട് റിവേഴ്സ്. അതുകൊണ്ട് കാര്യമായിട്ടുള്ള ഡെപ്പോസിറ്റ്സ് ഒന്നും ക്രിയേറ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് കേട്ടോ, അതാണ് ആ ഒരു സ്റ്റീപ്പായിട്ടുള്ള വെസ്റ്റേൺ ഘട്ട്സ് ബാക്ക് ചെയ്യുന്നതിൻ്റെ പുറകിലുള്ള കാരണം. വെസ്റ്റേൺ കോസ്റ്റ് നാരോവർ ആവുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ അത് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ ബാക്ക്ഡ് ബൈ വെസ്റ്റേൺ ഘട്ട്സ് എന്ന് പറയുമ്പോൾ അത് ശരിയാണല്ലോ. എസെൻഷ്യലി അതാണ് ഇതിന് ലീഡ് ചെയ്യുന്നത്, ഷോർട്ടായിട്ടുള്ള നദികളുടെ ഒഴുക്കിലേക്ക് ലീഡ് ചെയ്യുന്നതെന്നുള്ളതുകൊണ്ട് നമുക്കതിനെ കറക്റ്റായിട്ട് തന്നെ പരിഗണിക്കുവാൻ സാധിക്കും. അങ്ങനെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണേ? സെറ്റ്. ആദ്യത്തേത് അത് ശരിയാണ്. ആദ്യത്തേതല്ല, റീസെൻ്റ് ആയിട്ടുള്ളൊരു വോൾക്കാനിക് ആക്ടിവിറ്റി ഫോം ചെയ്തതല്ല. അതുപോലെ തിക്ക് അലൂവിയൽ ഡെപ്പോസിറ്റ്സ് ആർ കവേർഡും അല്ല. അതുകൊണ്ട് രണ്ടും കളയാം. പിന്നെ സി വേണമെങ്കിൽ നമുക്ക് ശരിയെന്ന് പരിഗണിക്കാൻ പറ്റും. ബി എന്ന സ്റ്റേറ്റ്മെൻറ്റ് അഭാവമാണ് എങ്കിൽ, ബി എന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അഭാവത്തിൽ നമുക്ക് സീനെ വേണമെങ്കിൽ ശരിയാക്കാം. അതായത് ദേ റിസീവ് ഹെവി റെയിൻഫോൾ കോസിങ് ഇറോഷൻ ഓഫ് കോസ്റ്റ് ലാൻഡ്. അത് ആക്ച്വലി നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കാര്യത്തിലാണ്. ഇത് എല്ലാ കോസ്റ്റ് ലൈനിനെ പറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ലെങ്കിലും പ്രത്യേകിച്ച് കേരള കോസ്റ്റ്, മലബാർ കോസ്റ്റിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ ഈ ഹെവി റെയിൻഫോൾ ആക്ച്വലി കോസ്റ്റൽ ഇറോഷൻസിന് പോസിബിലിറ്റി അവിടെ ഒരുക്കുന്നുണ്ട്. കാരണക്കാരനാണ്. അങ്ങനൊരു പോസിബിലിറ്റി തള്ളിക്കളയാനൊന്നുമില്ല, അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഹെവി റെയിൻഫോൾ ഇറോഷൻ കോസ്റ്റ് ലാൻഡിൽ ചെയ്യും എന്നുള്ളതിൽ വലിയ
എന്താ പറയുക, സംശയമൊന്നും വേണ്ട, അത് ഉണ്ടാവും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ അനുയോജ്യമായത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ടാണ് അത് നമ്മൾ ഉത്തരത്തിൽ കൊടുക്കുന്നത്. ഇതിന് പോസിബിലിറ്റി ഉണ്ട്, പക്ഷേ അതിനേക്കാൾ അനുയോജ്യം ഓപ്ഷൻ ബി തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ ബി. വിച്ച് ഓഫ് ദി ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ റിവർ ബിഹേവിയർ അലോങ് ദ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ? വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൻ്റെ റിവർ ബിഹേവിയർ ഇതിലേതാണ് ഏറ്റവും നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്നുള്ളത്? ഒന്ന്, റിവേഴ്സ് ഫോം ലാർജ് മിയാൻഡേഴ്സ് ബിഫോർ മീറ്റിംഗ് ദ സീ. റിവേഴ്സ് ഒരുപാട് മിയാൻഡറിങ് നമ്മൾ ഓൾറെഡി പഠിച്ചില്ലേ, വളഞ്ഞു ഒഴുകിപ്പോൾ നമ്മൾ പഠിച്ചതാണ്, മറ്റ് ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ റിവേഴ്സ് നല്ലപോലെ മിയാൻഡറിങ് ഉണ്ടാക്കുന്നു കടലിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് എന്ന് പറയുന്നു. ഒന്ന്. ബി, റിവേഴ്സ് ഫ്ലോ ജെന്റ്ലി ആൻഡ് ഡെപ്പോസിറ്റ് സിൽറ്റ് ഫോമിങ് ഡെൽറ്റാസ്. അതെന്തായാലും നമുക്ക് തന്നെ കളയാം അല്ലേ, കളയാം. ഡെൽറ്റാസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, വെസ്റ്റ് കോസ്റ്റൽ പ്ലെയിനുമായിട്ട് ബന്ധപ്പെട്ടില്ല എന്ന രീതിയിൽ. സി, റിവേഴ്സ് ആർ ഷോർട്ട്, സ്വിഫ്റ്റ് ആൻഡ് മീറ്റ് ദ സീ ത്രൂ എസ്റ്റുവറീസ്. ദാറ്റ് ഈസ് ആക്ച്വലി ട്രൂ. റിവേഴ്സ് ഷോർട്ടാണ്, സ്വിഫ്റ്റാണ്, അതുപോലെ കടലിൽ പൊഴികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ അഴിമുഖങ്ങളുമായി ബന്ധപ്പെട്ട് മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. ഡി, റിവേഴ്സ് ഫോം ഇൻലാൻഡ് ലേക്ക് ബിഫോർ റീച്ചിങ് ദി സീ. ഇല്ല, ഇത് നമുക്ക് ഇപ്പോൾ ഇയാളില്ലെങ്കിൽ വേണമെങ്കിൽ ഇത് നമുക്ക് കൊടുക്കാവുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതിനകത്ത് ഏറ്റവും അനുയോജ്യമായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി തന്നെയാണ്. അതിനകത്തൊരു സംശയമില്ലാതെ വ്യക്തമായിട്ട് ഈ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിലേക്ക് ഒഴുകി എത്തുന്ന നദികളെ പറ്റിയിട്ടുള്ള ബിഹേവിയറാണ് സി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വരെ കൺഫ്യൂഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. 4നെ പറ്റിയിട്ട് ചിന്തിക്കുക പോലും വേണ്ട. അത് രണ്ടും ശരി എന്നുള്ളത് ഉണ്ടായിരുന്നേ വേണേ കൊടുക്കാമായിരുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മക്കളെ, പോരട്ടെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫീച്ചേഴ്സ് സപ്പോർട്ട് ദി idea that the western coastal plain is a submerged coastline? വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിന് ഒരു സബ്മേർജ്ഡ് കോസ്റ്റൽ പ്ലെയിൻ ആണ് എന്ന ഐഡിയ ജസ്റ്റിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു ഐഡിയനെ സപ്പോർട്ട് ചെയ്യുന്ന ഫീച്ചർ ഏതാണെന്നുള്ളതാണ്. ഫോർമേഷൻ ഓഫ് എസ്റ്റുവറീസ് ആൻഡ് നാച്ചുറൽ ഹാർബേഴ്സ്, വൈഡ് ഫ്ലഡ് പ്ലെയിൻസ് ആൻഡ് ഡെൽറ്റാസ്, വോൾക്കാനിക് റിഡ്ജസ് അലോങ് ദ കോസ്റ്റ്, സാൻഡ് ഡ്യൂൺസ് ആൻഡ് കോറൽ ഐലൻഡ്സ്. ഏതാടെ? ഒരു സംശയവും വേണ്ട, ഫോർമേഷൻ ഓഫ് എസ്റ്റുവറീസ് ആൻഡ് നാച്ചുറൽ ഹാർബർ. കാരണം ഇതിനകത്ത് ബാക്കി തന്നിരിക്കുന്ന ഒന്നും തന്നെയും ഈ ഒരു സബ്മേർജ്ഡ് കോസ്റ്റ് ലൈൻ എന്നതിൻ്റെ സൂചന തരുന്നില്ല. മനസ്സിലാവുന്നില്ലേ? ബാക്കി ഒന്നും തന്നെ അതിൻ്റെ സൂചന തരുന്നവയല്ല. വോൾക്കാനിക് ആക്ടിവിറ്റി, സാൻഡ് ഡ്യൂണും കോറൽ ഐലൻഡും ഒന്നും ഈ ഒരു കോസ്റ്റൽ പ്ലെയിൻ സബ്മേർജ് ആണ് എന്നതിൻ്റെ ഒരു സൂചന തരുന്ന സ്റ്റേറ്റ്മെൻറ്റുകളൊന്നുമല്ല. പക്ഷേ നാച്ചുറൽ ഹാർബർ ഉണ്ടാക്കാൻ സാധിക്കുന്നു, എസ്റ്റുവറീസ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവിടെ സബ്മർജൻ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്ത ചോദ്യം. Which of the following best explains the climatic conditions of the Kutch Peninsula? കച്ച് പെനിൻസുലയുടെ ഗുജറാത്തിൻ്റെ ഭാഗമാണ് അല്ലേ? ഗുജറാത്ത് കോസ്റ്റിൻ്റെ ഭാഗമായ കച്ച് പെനിൻസുലയുടെ കാലാവസ്ഥയെ ഏറ്റവും അനുയോജ്യമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, വിവരിക്കുന്നത് ഇതിലേതെന്നാണ് ചോദ്യം. ഹ്യൂമിഡ് ട്രോപ്പിക്കൽ വിത്ത് ഹെവി റെയിൻഫോൾ, ടെമ്പറേറ്റ് വിത്ത് മോഡറേറ്റ് റെയിൻഫോൾ, എയറിഡ് ആൻഡ് സെമി എയറിഡ് വിത്ത് സ്കാർസ് റെയിൻഫോൾ, സബ് ഹ്യൂമിഡ് വിത്ത് ഹൈ ഗ്രൗണ്ട് വാട്ടർ. നമ്മൾ കച്ച് മേഖലയിൽ പറയാനല്ല, ഇത് മോറോലെസ് ഒരു ഡെസേർട്ടിഫൈഡ് ആയിട്ടുള്ള രീതി പോലെ തോന്നിക്കുന്നു പറഞ്ഞതാണ്. അപ്പോൾ ഒരു എയറിഡ് ആൻഡ് സെമി എയറിഡ് വിത്ത് സ്കാർസ് റെയിൻഫോൾ കുറവായിരിക്കുന്ന ഒരു മേഖലയാണ്. അടുത്ത ചോദ്യം. യെസ്, വിത്ത് റെഫറൻസ് ടു ദി കത്തിയവാർ പെനിൻസുല. കച്ച് കത്തിയവാർ രണ്ടാമത്തെ പെനിൻസുലയാണ് അല്ലേ, ഗുജറാത്ത് പ്ലെയിൻസിൽ തന്നെ വരുന്നിടത്ത പെനിൻസുല റീജിയൻ. വിത്ത് റെഫറൻസ് ടു ദി കത്തിയവാർ പെനിൻസുല കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒന്ന്, ഇറ്റ് ലൈസ് ടു ദി സൗത്ത് ഓഫ് കച്ച് പെനിൻസുല. കച്ച് പെനിൻസുലയ്ക്ക് സൗത്താണത്. രണ്ട്, ഇറ്റ് ഈസ് ബിലീവ്ഡ് ടു ബി ഓഫ് വോൾക്കാനിക് ഒറിജിൻ. മൂന്ന്, ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ ദ ലിറ്റിൽ റാൻ ഓൺ ദി ഈസ്റ്റ് ആൻഡ് നാൽ ബേസിൻ ഓൺ ദി നോർത്ത് വെസ്റ്റ്. ഏതാണ് ശരി? ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളുമാണ് ശരി. 3 തെറ്റാണ് അല്ലേ? 3 തെറ്റാണ്. അടുത്ത ചോദ്യം അസേർഷൻ ആൻഡ് റീസൺ ആണ്. Assertion: the Great Rann of Kutch remains inundated during the monsoon season. Inundation എന്ന് പറയുമ്പോൾ അവിടെ എന്താ പറയുക, ഉള്ളിലോട്ടുള്ള ഇൻഫോൾഡിങ്സ് ഒക്കെ ആയിട്ട് നിൽക്കും, ഉള്ളിലോട്ട് ഇങ്ങനെ കര കയറിയൊക്കെ നിൽക്കും, കടൽ കയറിയൊക്കെ നിൽക്കുന്ന കണ്ടീഷൻ. റീസൺ: the Banas and Luni river flood the Great Rann during the rainy months. Correct. അവിടെ കൂടുതൽ മഴക്കാലങ്ങളിൽ കൂടുതൽ ഫ്ലഡിങ് ഉണ്ടാവും, കൂടുതൽ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് ആ ഒരു ഇനൻഡേഷൻ നമുക്ക് കച്ച് മേഖലയിൽ കാണാൻ സാധിക്കുക എന്നുള്ളത് കറക്റ്റാണ്. അതിൽ ഇവിടെ ബനാസും ലൂണി റിവറും ആണെന്നുള്ളത് സ്വാഭാവികമാണ്. ആ നദികളുടെ എല്ലാം ഭാഗമായിട്ട് തന്നെയാണ് നമുക്കത് പറയാനും പറ്റുക. ക്വൈറ്റ് അതൊരു ലോജിക്കലായിട്ടുള്ളൊരു ഉത്തരം മാത്രം എന്ന രീതിയിൽ പോകാൻ പറ്റും. കൃത്യമായിട്ട് എനിക്ക് അത് അറിയണം എന്ന് നിർബന്ധമൊന്നുമില്ല. അടുത്ത ചോദ്യം. ദ ലിറ്റിൽ റാൻ ഡിഫർ ഫ്രം ദ ഗ്രേറ്റ് റാൻ
പ്രൈമറിലി ബിക്കോസ് ലിറ്റിൽ റാൻ ഗ്രേറ്റ് റാനിൽ നിന്നും പ്രാഥമികമായി വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നത് എന്ത് കാരണത്താലാണ്? ഇറ്റ് ലൈസ് ഇൻലാൻഡ് അറ്റ് എ ഹയർ എലിവേഷൻ. ഇറ്റ് ഈസ് ദി കോസ്റ്റൽ ആൻഡ് ലൊക്കേറ്റഡ് സൗത്ത് ഈസ്റ്റ് ഓഫ് കച്ച്. It receives perennial rivers. It is densely forested and fertile. No, it is a coastal and located southeast of Kutch. Option B. Alright, it is a coastal and located southeast of Kutch മേഖല. അടുത്തത്. Consider the following statements regarding the Gujarat plain. ഒന്ന്, ഗുജറാത്ത് പ്ലെയിൻ എന്ന് ഗുജറാത്ത് കോസ്റ്റൽ പ്ലെയിൻ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. It lies to the east of the Kutch and Kathiawar peninsulas. രണ്ട്, it spreads over the southern part of Gujarat and coastal areas of the Gulf of Kambat. മൂന്ന്, it extends into the Thar desert region of Rajasthan. രാജസ്ഥാൻ്റെ ഥാർ ഡെസേർട്ട് മേഖലയിലേക്ക് കടന്നു ചെല്ലുന്നു ആണോ? ഇല്ല, രാജസ്ഥാൻ്റെ ഥാർ ഡെസേർട്ട് മേഖലയിലേക്ക് കടന്നു ചെല്ലുന്നൊന്നുമില്ല. അതുകൊണ്ട് ആദ്യത്തെ രണ്ടെണ്ണം മാത്രം ശരി. ഒന്നും രണ്ടും. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. കൺസിഡർ ദി ഫോളോയിങ് പെയർസ് ആൻഡ് വിച്ച് among the pair above are correctly matched. ഇതിനകത്ത് ഏതാണ് ശരിയായി മാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്ന പെയർസ് എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം നോക്കാം. ഏതൊക്കെയാണ്? നർമ്മദ സതേൺ പാർട്ട്, അതായത് റിവറും റീജിയൻ ഓഫ് കോൺട്രിബ്യൂഷൻ ടു ഗുജറാത്ത് പ്ലെയിൻ, ഗുജറാത്ത് സമതല രൂപീകരണത്തിന് കാരണക്കാരാകുന്ന നദികളും അതിൻ്റെ പോർഷൻസും എന്ന രീതിയിലാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. നർമ്മദ സതേൺ പാർട്ട്, താപ്തി സതേൺ പാർട്ട്, മാഹി സെൻട്രൽ പാർട്ട്, സബർമതി നോർത്തേൺ പാർട്ട് എന്നാണ് തന്നിരിക്കുന്നത്. ഏതാണ് ശരി? എല്ലാം ശരിയാണ്, കറക്റ്റാണ് കേട്ടോ. നർമ്മദ താപ്തി സദേൺ പാർട്ടിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. മാഹി സെൻട്രൽ പാർട്ടിലും സബർമതി നോർത്തേൺ പാർട്ടും ഫോം ചെയ്ത് തന്നെയാണ് ഗുജറാത്ത് സമതല രൂപീകരണത്തിൽ പങ്കാളികളാകുന്നതെന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ട് 1, 2, 3 ആൻഡ് 4 ആർ കറക്റ്റ്. എല്ലാം കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോവിങ് കറക്റ്റ്ലി ഡിസ്ക്രൈബ്സ് ദ സ്ലോപ്പ് ഡിറക്ഷൻ ഓഫ് ദി ഗുജറാത്ത് പ്ലെയിൻ? ഗുജറാത്ത് സമതലത്തിൻ്റെ സ്ലോപ്പ് എങ്ങോട്ടേക്കാണെന്നാണ് ചോദ്യം. ടുവേർഡ്സ് ദി നോർത്ത് ആൻഡ് നോർത്ത് വെസ്റ്റ്, ടുവേർഡ്സ് ദി ഈസ്റ്റ് ആൻഡ് സൗത്ത് ഈസ്റ്റ്, ടുവേർഡ്സ് ദി വെസ്റ്റ് ആൻഡ് സൗത്ത് വെസ്റ്റ്, ടുവേർഡ്സ് ദി നോർത്ത് ഈസ്റ്റ് ആൻഡ് ഈസ്റ്റ്. വളരെ 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 ലോജിക്കലായിട്ടുള്ളൊരു ഉത്തരം മാത്രമാണത്. തീർച്ചയായിട്ടും ആ സമതലത്തിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് നദികളുടെ ഒഴുക്കുള്ളത്. അതിനർത്ഥം സ്ലോപ്പും ഇങ്ങോട്ടേക്കെന്നാണ്. ഈ ഒരു ഡയറക്ഷൻ സൗത്ത് വെസ്റ്റ് അല്ലേ? സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ അല്ലേ? അപ്പം പിന്നെ ഏതാ ഓപ്ഷൻ? സി. സംശയം നമുക്ക് ഓപ്ഷൻ സി പറയാം. ദ വെസ്റ്റ് ആൻഡ് സൗത്ത് വെസ്റ്റ് എന്നുള്ളത് പറയാം. ഇത് ക്വൈറ്റ് ലോജിക്കലായിട്ടുള്ളതാണ്. ആ ഒരു സമതല പ്രദേശത്തു നിന്നുള്ള എല്ലാത്തിൻ്റെയും സ്ലോപ്പ് ശരിക്കും പറഞ്ഞാൽ വെസ്റ്റ് വേർഡാണ്. ഇവിടെ ഒരു സൗത്ത് വെസ്റ്റ് എന്നും പറയാം, വെസ്റ്റ് ആൻഡ് സൗത്ത് വെസ്റ്റ് എന്ന് പറയാം. അടുത്ത ചോദ്യം. ദി കോസ്റ്റൽ പാർട്ട് ഓഫ് ദി ഗുജറാത്ത് പ്ലെയിൻ ഡിഫേഴ്സ് ഫ്രം ദി ഈസ്റ്റേൺ പാർട്ട് പ്രൈമർലി ഇൻ എലിവേഷൻ ആൻഡ് സോയിൽ ഫെർട്ടിലിറ്റി, റെയിൻഫോൾ ആൻഡ് വെജിറ്റേഷൻ, ടൈപ്സ് ഓഫ് റോക്ക് പ്രസൻറ്റ്, ഡിസ്റ്റൻസ് ഫ്രം ദി വെസ്റ്റേൺ കട്ട്സ്. ഈസ്റ്റേൺ പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഗുജറാത്ത് സമതലം എങ്ങനെയാണ് വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നത്? സ്വാഭാവികമായിട്ടും ഗുജറാത്ത് സമതല പ്രദേശം എന്ന് പറയുമ്പോൾ ലോ എലിവേറ്റഡ് ഏരിയാസാണ്, ശരിയല്ലേ? ഫെർട്ടിലിറ്റിയിലും വ്യത്യാസം വരും, പ്രധാനമായിട്ടും ലോ എലിവേറ്റഡ് ഏരിയയാണ്. ടൈപ്പ് ഓഫ് റോക്ക് പ്രസൻറ്റിൽ വ്യത്യാസം കാണാൻ സാധിക്കും, വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും കാണാൻ സാധിക്കും നമുക്ക്. ഡിസ്റ്റൻസ് ഫ്രം വെസ്റ്റേൺ ഗട്ട്സിൻ്റെ കാര്യവും നമുക്ക് പറയാൻ പറ്റും വേണമെങ്കിൽ. റെയിൻഫോളും വെജിറ്റേഷൻ്റെ കാര്യത്തിൽ നമുക്ക് വ്യത്യാസം പറയാവുന്നതേ ഉള്ളൂ, പക്ഷേ വലിയ വ്യത്യാസമില്ല കേട്ടോ. ഇത് കോസ്റ്റൽ പ്ലെയിനിൽ റെയിൻഫോളും വെജിറ്റേഷൻ വലിയ വ്യത്യാസം പറയാനില്ല. വെജിറ്റേഷനിൽ വ്യത്യാസം ഉണ്ട് താനും. ശരിക്കും പറയും ഇതിനകത്ത് എല്ലാം വ്യത്യാസമാണ്, എല്ലാം വ്യത്യാസം തന്നെയാണ്, വ്യത്യാസമായിട്ട് പറയാവുന്നതാണ്. പക്ഷേ അതിൽ ഏറ്റവും പ്രൈമറിലി എലിവേഷൻ ആൻഡ് സോയിൽ ഫെർട്ടിലിറ്റി. ഏറ്റവും പ്രൈമറി കോസ് ഏതെന്നേ ചോദിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഓപ്ഷൻ എ നമ്മൾ കൊടുത്തത്, ഉള്ളതിൽ ഏറ്റവും പ്രധാനി എന്ന രീതിയിൽ കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following regions forms the physiographic transition between the Kutch Peninsula and the Kathiawar Peninsula? ഏതാണ് കത്തിയവാർ പെനിൻസുലയും കച്ച് പെനിൻസുലയും തമ്മിലുള്ള ആ ഒരു ഫിസിയോഗ്രഫിക് ട്രാൻസിഷൻ വരുന്ന പ്രദേശത്തെ വിളിക്കുന്ന പേരാണ് ദ ലിറ്റിൽ റാൻ. ഇത് വിളിക്കും ദ ലിറ്റിൽ റാൻ എന്ന് വിളിച്ചിരുന്നത്. അടുത്ത ചോദ്യം. അത് ജസ്റ്റ് ഒരു ഫാക്ച്വൽ ഇൻഫർമേഷൻ ആണ് കേട്ടോ, നത്തിങ് മോർ ടു എക്സ്പ്ലെയിൻ. അഗെയിൻ കറക്റ്റ്ലി മാച്ച്ഡ് പേര് കണ്ടുപിടിക്കാനുള്ള മറ്റൊരു ചോദ്യം. റീജിയനും തന്നിട്ടുണ്ട്, ഡിസ്റ്റിങ്ക്ട് ഫീച്ചറും തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. കച്ച് പെനിൻസുല, ഇറ്റ്സ് an old island connected by sediment deposition. Kathiawar Peninsula, volcanic origin with the Girnar Hills, Gujarat Plains, fluvial deposition by Narmada and Tapti. എന്തായാലും 3 ശരിയായിരിക്കും. കത്തിവാർ പെനിൻസുലയ്ക്ക് ഒരു വോൾക്കാനിക് ഒറിജിൻ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. കച്ച് പെനിൻസുല സെഡിമെൻ്റ് ഡെപ്പോസിഷനാൽ സമ്പന്നമാണ് എന്നതും അറിയാം.
അതുകൊണ്ട് 3 ശരി തന്നെയാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 3 ശരി തന്നെയാണ്. നിങ്ങളത് മാർക്ക് ചെയ്ത് കാണുമല്ലോ, ജനറലി ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം. ദി സ്ലോപ്പ് ഓഫ് ദി ഗുജറാത്ത് പ്ലെയിൻ ടുവേർഡ്സ് ദി വെസ്റ്റ് ആൻഡ് സൗത്ത് വെസ്റ്റ് ഇൻഡിക്കേറ്റ്സ് ഒന്ന് പ്രോക്സിമിറ്റി ഓഫ് ഗൾഫ് ഓഫ് കമ്പത്ത് ആൻഡ് അറേബ്യൻ സീ, the influence of the Vindhyan highlands to the west, subsurface tectonic uplift near Kutch, marine transgression from the east. ഏതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ പറഞ്ഞതിനകത്ത് എല്ലാത്തിൽ നിന്നും നമുക്ക് സുലഭമായി ഈസിയായി പരിഗണിക്കാൻ പറ്റുന്നത് ഓപ്ഷൻ എ. ഗൾഫ് ഓഫ് കമ്പത്തിൻ്റെയും അറബിക്കടലിൻ്റെയും പ്രോക്സിമിറ്റി അല്ലേ. അതായത് ഗൾഫ് ഓഫ് കമ്പത്ത് അറബിക്കടലിനോട്ട് അടുക്കുന്നതിനനുസരിച്ച് അത് താഴ്ന്നു നിൽക്കുകയാണ്, അവർ അടുത്തടുത്ത് നിൽക്കുകയാണെന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. സിമ്പിൾ ക്വസ്റ്റ്യൻ, സിമ്പിൾ ആൻസർ. ഇത് സിമ്പിൾ അല്ലാതെ വരുന്നത് നിങ്ങൾ ഈ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെ പറ്റിയിട്ട് ചിന്തിക്കാൻ പോകുമ്പോൾ ദിസ് വുഡ് ബി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. അങ്ങനെ ഒരു സംഗതി ആയിരിക്കുമോ എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കാതെ, നമ്മൾ അറിയാത്ത സാധനം കാണുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഒരു കോമൺ ആങ്സൈറ്റിയാണത്. ഇനി അതെങ്ങാനും ആയിരിക്കുമോ ശരി ഉത്തരം, നമുക്കത് അറിയില്ലല്ലോ എന്നതുകൊണ്ട് അത് ശരി ഉത്തരമാകുമോ എന്നൊരു കോമൺ കൺസേൺ എല്ലാ കുട്ടികൾക്കും വരാറുണ്ട്. അറ്റ്ലീസ്റ്റ് നമുക്ക് അറിയുന്നത് ഒരു ഉത്തരമായി നമുക്കിതിനകത്ത് പറയാൻ സാധിക്കുന്നതുണ്ട് എങ്കിൽ നിങ്ങൾ അത് തന്നെ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ തന്നെയാണ് ഇവിടെയും ശരി. അടുത്ത ചോദ്യം. ദി ഗൾഫ് ഓഫ് കമ്പത്ത് സെപ്പറേറ്റ്സ് വിച്ച് ഓഫ് ദി ഫോളോയിങ് 2 മേജർ ലാൻഡ് ഫോംസ്? ഒന്ന് കച്ച് പെനിൻസുല ആൻഡ് കത്തിയവാർ പെനിൻസുല, കത്തിയവാർ പെനിൻസുല ആൻഡ് ദ ഗുജറാത്ത് പ്ലെയിൻ, ഗ്രേറ്റ് റാൻ ആൻഡ് ലിറ്റിൽ റാൻ, കച്ച് പെനിൻസുല ആൻഡ് ദി ഗുജറാത്ത് പ്ലെയിൻ. ഏതാണ്? കത്തിയവാർ പെനിൻസുല ഗുജറാത്ത് പ്ലെയിനും തമ്മിൽ വേർതിരിക്കുന്നതാണ് നമ്മുടെ ഗൾഫ് ഓഫ് കമ്പത്ത് എന്ന് പറയാം. അടുത്ത ചോദ്യം അസർഷൻ റീസൺ ആണ്. ദ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ഇൻ ഗുജറാത്ത് ആർ ഡോട്ടഡ് വിത്ത് എസ്റ്റുറീസ് റാദർ ദാൻ ഡെൽറ്റാസ്. കറക്റ്റ്. റീസൺ ദ റിവേഴ്സ് എൻറ്ററിംഗ് ദി അറേബ്യൻ സീ ആർ ഷോർട്ട്, സ്വിഫ്റ്റ് ആൻഡ് ഫ്ലോ ത്രൂ ഹാർഡ് റോക്ക് ടെറൈൻ. ആബ്സല്യൂട്ട്ലി ട്രൂ. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇൻഡിവിജ്വലി ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇൻഡിവിജ്വലി ശരിയാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എത്തിക്കുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് എന്നതുകൊണ്ട് അത് കൃത്യമായ എക്സ്പ്ലനേഷനുമാണ്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. സിമ്പിളാണ് ഇവിടെ. അടുത്ത ചോദ്യം. ദ ഗിർനാർ ഹിൽസ്, ദ ഹയസ്റ്റ് പോയിന്റ് ഇൻ ദി കത്തിയവാർ പെനിൻസുല ആർ ലൊക്കേറ്റഡ് ക്ലോസ് ടു ഏത് ഭാഗത്തിനടുത്താണെന്നുള്ളതാണ്? ജുനഗഡിനടുത്താണ് കേട്ടോ. പഠിച്ചതിനകത്തുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഓർമ്മയില്ല. ബട്ട് ഓർത്തിരുന്നാൽ മതി, ജുനഗഡിനടുത്താണ് ഉണ്ടെന്ന് തോന്നുന്നു. ദ ഗ്രാജുവൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദി കച്ച് പെനിൻസുല ഫ്രം ആൻ ഐലൻഡ് ടു പാർട്ട് ഓഫ് ദി മെയിൻലാൻഡ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. അതൊരു ടെക്ടോണിക് അപ്ലിഫ്റ്റ് ആണ്, ഒരു മറൈൻ പ്രിഗ്രഷനാണ്, അതൊരു ഫ്ലൂവിയൽ സെഡിമെൻറ്റേഷൻ ആണോ, അതൊരു കോസ്റ്റൽ സബ്സിഡൻസ് കോസ്ഡ് ബൈ വോൾക്കാനിക് ആക്ടിവിറ്റി ആണോ? അതായത് ഗ്രാജുവൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദി കച്ച് പെനിൻസുല ഫ്രം ആൻ ഐലൻഡ് ടു പാർട്ട് ഓഫ് ദി മെയിൻലാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഐലൻഡിൽ നിന്ന് ഒരു മെയിൻലാൻഡിലേക്കുള്ള കണക്ഷൻ ഫോം ചെയ്യുന്ന ഒരു ട്രാൻസിഷൻ സോണായിട്ട് ഒരു മാറ്റത്തിൻ്റെ പാതയായി നമുക്ക് ഈ കച്ച് പെനിൻസുല കാണിക്കുന്നത് എന്തിൻ്റെ സൂചനയാണെന്നാണ്. ഐലൻഡിൽ നിന്ന് ലാൻഡിലേക്കുള്ള കണക്ഷൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ലാൻഡിൽ നിന്ന് ഐലൻഡിലേക്കുള്ള കണക്ഷൻ ഉണ്ട് എന്നല്ലേ മീനിങ്. അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല. ഇപ്പോൾ ഐലൻഡായിട്ടിരുന്ന പ്രദേശത്തെ ലാൻഡ് എന്ന പ്രദേശവുമായി കണക്ട് ചെയ്യപ്പെടുന്നു എന്ന് പറയാം. അതിനർത്ഥം ഇവിടെ വരുന്ന ഫ്ലൂവിയൽ ഡെപ്പോസിറ്റ്സ് കാരണം ലാൻഡ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നല്ലേടേ? ആണോ അല്ലേ? അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഏതാ ഉത്തരം? സി. അടുത്ത ചോദ്യം. വിത്ത് റെഫറൻസ് ടു ദി ഫിസിയോഗ്രഫി ഓഫ് വെസ്റ്റേൺ ഇന്ത്യ വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർ ഈസ് കറക്റ്റ്ലി മാച്ച്ഡ് എന്നാണ് ചോദ്യം. ഫീച്ചറും ലൊക്കേഷനുമാണ് തന്നിരിക്കുന്നത്, നോക്കാം. ഗ്രേറ്റ് റാൻ നോർത്ത് ഓഫ് കച്ച് പെനിൻസുല, ലിറ്റിൽ റാൻ ബിറ്റ്വീൻ കച്ച് ആൻഡ് കത്തിയവാർ, നാൽ ബേസിൻ നോർത്ത് ഈസ്റ്റ് പാർട്ട് ഓഫ് കത്തിയവാർ പെനിൻസുല. അല്ലേ? എല്ലാം കറക്റ്റാണ്. നോക്കി വെച്ചേക്കണം കേട്ടോ. അടുത്ത ചോദ്യം. കൺസിഡർ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ദി കോസ്റ്റൽ പ്ലെയിൻസ്. ഒന്ന്, the coastal plains of India run parallel to the peninsular plateau along the Arabian Sea and Bay of Bengal. True. These plains are known for extremely high altitudes and rugged terrain. Extremely high altitude. Either plains. Wrong. രണ്ട് തെറ്റാ. ഉത്തരം കിട്ടി ഓപ്ഷൻ ബി. രണ്ട് തെറ്റല്ലേ? These plains are extremely high altitude regions എന്നല്ലേ കിടക്കുന്നേ?
ഒരിക്കലുമല്ല. ഈ പ്ലെയിൻസ് ലോ ഓൾട്ടിറ്റ്യൂഡാണ്, എക്സ്ട്രീംലി ലോ ഓൾട്ടിറ്റ്യൂഡ് ആൻഡ് ഇസ് ക്ലോസ് ടു ദി മീൻ സീ ലെവൽ. മീൻ സീ ലെവലിനോട് ക്ലോസറായിട്ട് നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ ആൾട്ടിറ്റ്യൂഡ് കൂടുക എന്ന് പറയുക എളുപ്പമായി. 2 തെറ്റിയതുകൊണ്ട് ബാക്കി എല്ലാം പോയി 1 മാത്രം ഉത്തരം കിട്ടി. ഓക്കെ, റൈറ്റ്. മൂന്നാമത്തത്, ദേ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ഫെർട്ടൈൽ സോയിൽ ആൻഡ് റിച്ച് ബയോഡൈവേഴ്സിറ്റി എന്ന് എഴുതിയിരിക്കുന്നതും ഇവിടെ ശരി തന്നെയാണ്. അത് വായിക്കേണ്ട കാര്യം വരുന്നില്ല നമുക്ക്. എക്സാമിന് മുമ്പ് നിങ്ങളത് വായിക്കേണ്ട കാര്യമില്ല. ഞാനിവിടെ ഡിസ്കഷൻ ആയതുകൊണ്ട് അത് പറഞ്ഞു എന്ന് മാത്രം. അടുത്ത ചോദ്യം 1. ദ കോസ്റ്റൽ പ്ലെയിൻസ് ആർ സിഗ്നിഫിക്കൻറ്റ് സെൻറ്റേഴ്സ് ഓഫ് ഫിഷറീസ് ആൻഡ് സോൾട്ട് പ്രൊഡക്ഷൻ. 100% ശരിയാണ്. അപ്പോൾ ഇത് പോയി. They also serve as hub for mineral oil and gas extraction. അതും ശരിയാണ്. അപ്പോൾ ഇതും പോയി. 3. The plains are largely uninhabited due to saline soil and marshy lands. ശരിയാണോ അവിടെ? ഒരിക്കലുമല്ല. പ്ലെയിൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇൻഹാബിറ്റഡ് ആയിട്ടുള്ള സ്ഥലം. പ്ലെയിൻസ് ആണ് ലാർജ്ലി ഇൻഹാബിറ്റഡ് സ്ഥലം കേട്ടോ. എൻ്റെ ഡ്യൂ ടു കാരണം വിട്ടേരെ, ഇൻഹാബിറ്റഡ് പ്ലെയിൻസ് ആണ്. അതുകൊണ്ട് 3 തെറ്റ് കേട്ടോ. ഓപ്ഷൻ ബി 1ഉം 2ഉമാണ് ഇവിടെ ശരി ഉത്തരമായിട്ട് വരികയെന്ന് ഇറങ്ങിയിരിക്കുക. അടുത്ത ചോദ്യം, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് India's port and trade. About 98% of India's international trade is carried through ports located along the coastal plains. ആണല്ലോ? അതെ. The ports are evenly distributed between the eastern and western coast. The presence of ports has contributed to dense human settlements. ശരിയല്ലേ? മൂന്നാമത്തെ ശരിയാണ്. പക്ഷേ ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ ഒരു മിസ്റ്റേക്ക്. വെസ്റ്റേൺ കോസ്റ്റും ഈസ്റ്റേൺ കോസ്റ്റും ഒരുപോലെ അവിടെ പോർട്ടുകളുണ്ട് എന്നാണ് പറയുന്നത്. അല്ലല്ലോ, വ്യത്യസ്തതയുണ്ട്. അതുകൊണ്ട് 2ാമത്തെ തെറ്റായി. ബാക്കി ശരി തന്നെയാണ് കേട്ടോ, 2ഉം പറഞ്ഞത്. അടുത്ത ചോദ്യം, കൺസിഡർ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. 1. The coastal plains are bounded by the peninsular plateau on one side and sea on the other side. ശരിയാണ്. 1 എന്തായാലും ശരിയാണ്. പോയി. They have a moderate climate due to proximity to the sea. 2 എന്തായാലും ശരിയാണ്. അപ്പോൾ അത് പോയി. These plains are mostly arid and unsuitable for agriculture. അത് തെറ്റാണ്. ഈ പ്ലെയിൻ എല്ലാം അൺസ്യൂട്ടബിൾ ആണോ? അല്ല. ഈ പ്ലെയിനിൽ ചില പ്രദേശങ്ങൾ ചിലപ്പോൾ അൺസ്യൂട്ടബിൾ ആയിട്ടുണ്ടാവുമായിരിക്കാം. പക്ഷേ എല്ലാ പ്ലെയിൻസിൻ്റെ പ്രദേശവും അവിടെ ജനറലൈസ് ചെയ്ത് എനിക്ക് കോസ്റ്റൽ പ്ലെയിൻസ് അൺസ്യൂട്ടബിൾ എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അവിടെ നല്ലപോലെ കൃഷി ചെയ്യുന്ന സാഹചര്യങ്ങൾ ഒരുപാടുമുണ്ട് കേട്ടോ. അതുകൊണ്ട് അത് തെറ്റാണ്. 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റി. 1ഉം 2ഉം മാത്രം ശരി. ഓപ്ഷൻ എ ഇസ് ദി റൈറ്റ് ആൻസർ. മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പോവാമല്ലോ. വിത്ത് റെഫറൻസ് ടു India's coastal geography, consider the following statements. 1. There are 9 coastal states in India. 4ഉം 5ഉം 9 അല്ലേ? ഗുജറാത്ത്, മഹാരാഷ്ട്ര, പിന്നെ ഗോവ, കർണാടക, കേരള, പിന്നെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ. എത്ര എണ്ണമായി? 5ഉം 4ഉം 9 എണ്ണമായി. അപ്പോൾ ആദ്യത്തേത് ശരിയാണ്. അതുകൊണ്ട് ഇത് പോയി. 2. The coastal plains are rich in economic resources such as monazite and petroleum. Absolutely true. അതുകൊണ്ട് ഇതും പോയി. 3. These plains have little role in India's trade activities. Wrong. These plains have high role in trade activities. International ട്രേഡിൽ മെജോറിറ്റി നടക്കുന്നത് ഇതുവഴിയല്ലേ അല്ലേ? അപ്പം 3 തെറ്റി, 1ഉം 2ഉം മാത്രം ശരി. ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ മക്കളെ? സെറ്റ്. അപ്പോൾ നമ്മുടെ പാർട്ട് 1ൽ നമ്മൾ പഠിച്ച ജനറലി ഇന്ത്യയുടെ തീരദേശ പ്രദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നത് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെയാണ്. അപ്പോൾ ഈ 2 ഏരിയാസിനെ പറ്റിയിട്ടുള്ളൊരു ധാരണയുടെ ബേസിസിലുള്ളൊരു ഡിസ്കഷനായിരുന്നു ഇന്ന് ഇവിടെ നമ്മൾ ചെയ്ത കുറച്ച് ചോദ്യങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന പ്രതീക്ഷയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ പുറകിലുള്ള ക്ലാസ് കണ്ടിട്ടില്ലാത്ത കുട്ടികളാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ക്ലാസ് കണ്ടിട്ടുള്ള ആ ഒരു പാർട്ടിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ ഒരു ചോദ്യം കൂടി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതി പോകാനുള്ളതേ ഉള്ളൂ. ഈ ചോദ്യങ്ങളെന്ന് പറയുന്നത് ഇത്തരം ചോദ്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക്
പരീക്ഷയ്ക്കും പ്രതീക്ഷിക്കാനാവുക. സോ ദാറ്റ് ബീയിങ് സെഡ്, ഇന്നത്തെ ഈ ഒരു സെഷൻ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു പാർട്ടുമായി അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.